ഇന്നത്തെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ഈ ലഹരിയുടെ ഉപയോഗം പ്രധാനമായിട്ടും ഇന്നത്തെ പോലുള്ള MDMന്റെ ഉപയോഗം വളരെ മാരകമായ രീതിയിലാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിദ്യാർത്ഥികളിലും വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ്സാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡ്രഗ്സിനെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? നമ്മുടെ യുവത്വത്തിന്റെ യുവത്വം എന്ന് പറഞ്ഞാൽ വളരെ നിർമ്മാണാത്മകവും കർമ്മശേഷി വളരെയധികം പ്രകടമാക്കുന്നതായിരുന്നു. പക്ഷെ ഈ സമയം അവരെ കൃത്യമായി റൂട്ട് ചെയ്തില്ലെങ്കിൽ അവരുടെ ചിന്തയും അവരുടെ പ്രവർത്തനക്ഷമതയും നെഗറ്റീവായി യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത. ഇന്ന് ഇന്റർനാഷണൽ ബ്ലാക്ക് ബിസിനസ് നെറ്റ്വർക്ക് വളരെ സീരിയസ് ആയി റൂട്ട് ചെയ്യപ്പെട്ടതായ ഒരു സ്റ്റേറ്റായി കേരളമാണ്. ഇപ്പോൾ കേരള അസംബ്ലിയിൽ ഞങ്ങൾ 3 അടിയന്തര പ്രമേയം ഇതിന്റെ ഭാഗമായി അഡ്ജോയ്ൻമെന്റ് മോഷൻ ഞങ്ങൾ ഡീറ്റെയിൽ ഡിസ്കഷൻ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇത് കേരളത്തിൽ ഏറ്റവും നല്ല എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സൊസൈറ്റിയാണ് കേരളം. ഇന്ന് കേരളത്തിൽ ഇത് വളരെ ഗൗരവതരമായി വ്യാപിക്കപ്പെടുകയാണ്. ഒന്ന്, സ്കൂൾ പരിസരങ്ങൾ, കോളേജ്, മാർക്കറ്റുകൾ, പോകുന്ന വാഹനങ്ങൾ, ഇടങ്ങൾ, അവിടെയൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം വലിയ തരത്തിൽ വളരണം. അതിന് വിവിധങ്ങളായ മാർഗങ്ങൾ യൂസ് ചെയ്യും. ബ്ലാക്ക് ബിസിനസ് നെറ്റ്വർക്ക് അവർ ടാർഗറ്റാണ്. ഒരു മാസം ഇത്ര നെറ്റ്വർക്ക് പോകണം, ഇത്ര പുതിയ ആളുകൾ റിക്രൂട്ട് ചെയ്യണം എന്ന തരത്തിൽ പോകണം. എൻ്റെ വീട്ടിൽ നമ്മുടെ ഇതിന്റെ ഓരോ സിഗ്നൽസും നെറ്റ്വർക്കും കിടക്കും. ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആ ധർമ്മം നമ്മൾ നിർവഹിക്കണം. അതിപ്പോ ചെറിയൊരു പ്രതിജ്ഞ കൊണ്ടോ കൂട്ടയോടോ കൊണ്ടോ ഇത് സാധ്യമല്ല. സമഗ്ര തലത്തിൽ, താഴെ തലത്തിൽ. ഇപ്പോ പ്രസവിച്ച അമ്മ പോലീസിൽ വിളിച്ചു പറയാണ്, മകനെ അറസ്റ്റ് ചെയ്യും, അവരെന്നെ ബുദ്ധിമുട്ടാകുന്നു. എത്ര അപ്പോ ഗൗരവതരമായ സാഹചര്യം, ഈ ചെറിയ സാഹചര്യം, ഇതിനെതിരെ വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള പ്രതിരോധം വാർത്തെടുക്കാൻ വേണ്ടിയുള്ള അതിലൊന്ന്, ഒരു കുട്ടിയുടെ ടേസ്റ്റ് അനുസരിച്ച് ആ കുട്ടിയെ കറക്റ്റ് ചെയ്ത് അതിലേക്ക് വിന്യസിക്കുകയായിരുന്നു. ഇപ്പോൾ യാത്ര താല്പര്യമുള്ള ആളുകൾ, സിനിമ താല്പര്യമുള്ള ആളുകൾ, ഭക്ഷണത്തിന്റെ കുക്കറി താല്പര്യമുള്ള ആളുകൾ, ഭക്ഷണം കഴിക്കാൻ ടേസ്റ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, പുസ്തക വായന താല്പര്യമുള്ള ആളുകൾ, ചിലർക്ക് കളിക്കാൻ താല്പര്യമുണ്ട്, ചിലർക്ക് സംഗീതം താല്പര്യം, ചിലർക്ക് പാട്ട് പാടാൻ താല്പര്യമുണ്ട്, ചിലർക്ക് ഫുട്ബോൾ ആയിരിക്കും, ചിലർക്ക് വോളിബോൾ ആയിരിക്കും, ചിലർക്ക് ടേബിൾ ടെന്നീസ് ആയിരിക്കും, ചിലർക്ക് ക്രിക്കറ്റ് ആയിരിക്കും. അപ്പോൾ ഇവരുടെ ടേസ്റ്റിലേക്ക് ഇത് റൂട്ട് ചെയ്യാനുള്ള ഒരു ബ്രോഡ് മിഷനാണ്. ആ ബ്രോഡ് മിഷന്റെ ഭാഗമായി കളിക്കളങ്ങൾ, കുളിക്കളങ്ങൾ, പിന്നെ സംഗീത സംവിധാനങ്ങൾ, ക്ലബുകൾ, ലഹരി, വായനയാണ് ലഹരി, ജീവിതമാണ് ലഹരി, സിന്തറ്റിക് ഡ്രഗ്സ് അല്ല ലഹരി എന്നുള്ള വിശാലാർത്ഥത്തിലുള്ള ഒരു ക്യാമ്പയിൻ ബിൽഡ് ചെയ്ത് അതിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത. അതിന് ആ ഒരു മൂവ്മെന്റ് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ പലയിടത്തും നമ്മുടെ ഗ്രൗണ്ടുകൾ ഡെവലപ്പ് ചെയ്യും, ക്ലബുകൾ ഡെവലപ്പ് ചെയ്യും. ഞാനിപ്പോൾ ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ വായനശാലകൾക്കും പുസ്തകങ്ങളും ആദ്യമായിട്ട്, കേരളത്തിൽ ഒരു പക്ഷെ ആദ്യമായിട്ടാണ് അത്തരം ഒരു വിഷയം ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങൾ. അപ്പൊ പലയിടത്തും കളിക്കളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ തരിയോട് പഞ്ചായത്ത് ആവശ്യപ്പെട്ട് അവിടെ 100 ലക്ഷം രൂപയുടെ സ്റ്റേഡിയം അവിടെ അങ്ങനെ പല പല മിഷൻസ് പലയിടത്തും സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിൽ ആരംഭിച്ച് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഊർജ്ജസ്വലമായി മാറേണ്ടതാണ്. വളരെ ഗൗരവതരമായിട്ടുള്ള ഈ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് അറ്റംപ്റ്റ് നടത്തിയതായ പ്രിയപ്പെട്ട ശ്രീ അബ്ദുൾ, അദ്ദേഹം ഈ മിഷന്റെ ഭാഗമായി വളരെ സാമൂഹ്യ ബോധത്തോടുകൂടി ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തന്നാലാവുന്ന ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മിഷൻ ഹെൽത്ത് ഇൻ ഇന്ത്യ സെൻഡ് നോട്ട് ടു ഡ്രഗ്സ് എന്ന ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് വളരെയധികം താനൂർ സ്വദേശിയാണ്.
അദ്ദേഹത്തിന്റെ യാത്ര വയനാട്ടിലെത്തിയിരിക്കുകയാണ്. വയനാട്ടിൽ ഇപ്പോൾ ആദിവാസി കുടിലുകളിലേക്കൊന്നും ഇത് എത്തിയിട്ടില്ല, സീരിയസ് ആയിട്ട് എത്തിയിട്ടില്ല. ഇപ്പം പ്രതിരോധിച്ചാൽ നമുക്കിതിനെ തടുത്തുനിർത്താം. അതിനുള്ളതായിരിക്കുന്ന വലിയ ദൗത്യം നമ്മൾ സാധിക്കും. ഇപ്പോൾ ഞാൻ വരുന്ന ഡിസംബർ അവസാനം മുതൽ ഞാനൊരു MLA കപ്പ് ആരംഭിക്കും ലഹരിക്കെതിരായിട്ടുള്ളത്. അപ്പോൾ ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്, വടംവലി 4 സെഗ്മെന്റിലുള്ള MLA കപ്പ് ഈ നിയോജകമണ്ഡലത്തിലെ ചെറുപ്പക്കാർ ലഹരിക്കെതിരായിട്ടുള്ള കൊടുക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ എല്ലാവരും അബ്ദുൾ ഗഫൂറിന്റെ ഈ പ്രവർത്തനം കുപ്തകണ്ഠമാക്കിയാണ് ഒരു ചെറിയ തോന്നി. അതിന് ഏത് തലത്തിൽ അത് ക്യാമ്പയിൻ ചെയ്യാം, ആ ക്യാമ്പയിൻ ആ തലത്തിൽ ഉപകാരപ്പെടട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സാർ. പ്രിയപ്പെട്ട വയനാട് MLA സിദ്ദീഖ് സാർ വളരെ നല്ലൊരു മെസ്സേജാണ് നൽകിയത്. ഇന്ന് വിദ്യാർത്ഥികളിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം എങ്ങനെ നിയന്ത്രിക്കാമെന്ന് വളരെ ഫലവത്തായ രീതിയിലാണ് അദ്ദേഹം വിവരിച്ചത്. ഒക്ടോബർ 2 ആരംഭിച്ച ഈ മിഷൻ നവംബർ 28 ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. മിഷൻ മാത്രമേ അവസാനിക്കുന്നുള്ളൂ, ഈ ലക്ഷ്യം ഇനിയും തുടരും. മിഷൻ ഹെൽത്ത് ഇന്ത്യ, സേ നോ ടു ഡ്രഗ്സ്.